ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗൈൻ. ജോഹറാണ് കേട്ടോ, ഞാനുണ്ട്. എന്താ എന്റെ പേരെന്താ? എന്റെ പേര് ഷിം. ഇവന് കാലിക്കറ്റാണ് കേട്ടോ സ്ഥലം. ഇവനെ ഞാൻ ഇവിടുന്ന് ഇവിടെ ഡൽഹി ഇറങ്ങിയതിനു ശേഷം പരിചയപ്പെട്ടതാണ്. പിന്നെ നമ്മളെ കൂടെ ഉള്ള ആളെ പേര് നമ്മളെ അടുത്തുള്ളത് കേട്ടോ. പിന്നെ നമ്മളെ കൂടെ നമ്മളെ ഭയ്യ ഉണ്ട്. ഭയ്യ, ആപ്കാ നാം ക്യാ ഹൈ? തർക്കിഷോർ. ഇത് നമ്മൾ ഊബർ വിളിച്ചതാണ് കേട്ടോ. എന്തിനാ നമ്മൾ ഊബർ വിളിച്ചത്, അങ്ങനെയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. ഇപ്പൊ ഏകദേശം നമ്മൾ ഉത്തർപ്രദേശിന്റെ ബോർഡറിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റയിലും പിന്നെ അതുപോലെ വാട്സപ്പിലും സ്റ്റാറ്റസ് ഇട്ടിന് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തിനാണ് ആ ഒരു ബോർഡർ കനോഡിയ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയക്ക് എന്തിനാ പോയത് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഈ കനോഡിയ എന്ന ബോർഡറിലേക്ക് ഇവന്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. ഇവർ ഒരു ഡോക്ടറെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ. പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂഡൽഹി ഹൗസിലേക്ക് ആവശ്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എനിക്കും പിന്നെതാ മുന്നിലിരിക്കണ ഇവനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. സോ ഹാപ്പി ആണ്. പിന്നെ ഇന്നലെ റൂം എടുത്തത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനില് അതിന്റെ അടുത്തൊരു ബ്ലെസ്സിങ്സ് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി ഹോട്ടലാണ്. ഏകദേശം അവർക്ക് 2 ദിവസത്തിന് എത്ര രണ്ടെണ്ണത് ഏകദേശം വൺ ഡേക്ക് 2500 ആണ് റേറ്റ് വരുന്നത്. ഏകദേശം 2500 ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചൊക്കെയായിരുന്നു. അപ്പോൾ ഇന്നലെ സ്റ്റേ അവിടെ ആയിരുന്നു. ബ്ലെസ്സിങ്സ് ഹോട്ടൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. വലിയ സൗകര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എന്ത് ചെയ്ത് ഇന്ന് മോർണിംഗ് ഇറങ്ങി ഇവിടെ ഉത്തർപ്രദേശ് കനോഡിയ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം. സോറി കേട്ടോ, കനോഡിയ അല്ല, ഗ്രേറ്റർ നോയിഡ. അങ്ങോട്ടാണ് കേട്ടോ പോയത്. പറഞ്ഞുകൊടുത്ത് മാറിപ്പോയതാ. അപ്പൊ അവിടെ പോയി ഹോസ്പിറ്റലിൽ ഇവനെ ഡോക്ടറെ കാണിച്ച് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെന്ത് ചെയ്തിന് ചാന്ദിനി ചൗക്ക്, അതായത് നമ്മളെ ജുമാ മസ്ജിദ് ആ ഒരു ഭാഗമല്ലേ, അങ്ങോട്ടാണ് പോകുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി റിട്ടേൺ അടിക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. റിട്ടേൺ അടിക്കണം എന്ന് മീൻസ് വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു മാർക്കറ്റിലെ റേറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന്. അപ്പോൾ ഇന്നലെ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇന്നലെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് മാർക്കറ്റിലെ, അതായത് മെയിൻ മാർക്കറ്റിലെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡൽഹി വരികയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അവനവൻ്റെ പേഴ്സ്, പിന്നെ അതുപോലെ ഫോണ്, അതിനേക്കാൾ മുഖ്യം നമ്മളവിടെ തടി മുഖ്യമെങ്കിലേ നല്ലോണം ശ്രദ്ധിക്കണുണ്ടോ. അവസ്ഥ പറഞ്ഞാൽ അങ്ങനെയാണ്. ഞങ്ങളിവിടെ നമുക്കിങ്ങനെ വീഡിയോസിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതിവിടെ വന്ന് ഡയറക്റ്റ് കണ്ട് മനസ്സിലാക്കി തന്നെ വേണം. അപ്പോൾ പിന്നെ ഇവിടെ വരികയാണെങ്കിൽ ഓട്ടോ, അതുപോലെ നമ്മളില്ലേ ഏറ്റവും ബെറ്റർ എന്താണെന്ന് അറിയോ, ഊബർ എന്ന് പറഞ്ഞ ആപ്പ് എല്ലാവർക്കും അറിയില്ല, പിന്നെ പറഞ്ഞിട്ട് ആവശ്യമൊന്നുമില്ലല്ലോ. ഊബർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക, ടാക്സി വിളിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് 200 രൂപ ഓട്ടോ വിളിച്ചെന്ന് വിചാരിച്ചോ, 200 രൂപ നമുക്ക് ഒരു ലൊക്കേഷനിൽ പോകാണ്ട്. അപ്പോൾ ഓട്ടോക്കാരനോട് ചോദിച്ചു എത്ര വെച്ചു, ഓട്ടോക്കാരൻ മിനിമം 150-200 എന്ന് പറയാം. അത് നേരെ നമ്മൾ ഊബറിൽ എടുത്ത് നോക്കിയാൽ എന്ത് ചെയ്യും, 70, ചിലപ്പോൾ ഒരു 100 രൂപീസിനുള്ളിൽ എന്ത് ചെയ്യുള്ളൂ, 100 രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് ഊബർ വിളിക്കുമ്പോൾ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ ഊബർ വിളിക്കുക, സുഖസുന്ദരമായിട്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ പോയ മാതിരി കാറിൽ പോവുക, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇപ്പം ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഏകദേശം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഗ്രേറ്റർ നോയിഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം 50 കിലോമീറ്ററിൻ്റെ മേലുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം ചാർജ് വന്നത് 750-800 ആ ലെവൽക്കാണ്. അങ്ങോട്ട് പോയപ്പോൾ 760, ഇങ്ങോട്ട് പോന്നപ്പോൾ 689. അതാണ് ഊബറിൽ പല സമയത്തും പല റേറ്റാണ് കാണിക്കുക. പിന്നെ ഇന്നലെ നൈറ്റിൽ ഞങ്ങൾ ഊബറിൽ ഈ ഒരു ഗ്രേറ്റർ നോയിഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് റേറ്റ് നോക്കിയപ്പോൾ ഏകദേശം വരുന്നത് 550-600 ആ ഒരു പൈസക്കുള്ളിലാണ്. അപ്പം ബെറ്റർ എന്താ വെച്ചാൽ ഓട്ടോ വിളിക്കുന്നതിനേക്കാളും ബെറ്റർ ഊബർ വിളിക്കുകയാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എല്ലാവർക്കും ഇഷ്ടം പോലെ ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം ഞങ്ങൾ ഏകദേശം
കൊനാട്ട് പ്ലേസ് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത്. ഇനിയും കുറച്ചും കൂടി പോകാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി എന്ത് ചെയ്യുക, ഡൽഹി മാർക്കറ്റിലേക്ക് പോയൊക്കെ. പിന്നെന്താ വെച്ചാൽ അപ്പോൾ ഊബറിലാണ് ഉള്ളത് കേട്ടോ. കാറായിട്ടൊന്നും കാണിച്ചു തരാനൊന്നുമില്ല. അതാ കുറേ നോക്കി കുറേ വണ്ടികൾ ഇങ്ങനെ പോണ്. അതിപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്ക് ഓൾറെഡി അറിയണതല്ലേ. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത്, അതായത് രാത്രി ഒരു 9 മണി 10 മണി വരെ റോഡും കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തിയാക്കാൻ കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയില്ലേ. കുറച്ചും കൂടി കഴിഞ്ഞാലേ, അതായത് ഒരു 9 മണി 10 മണി കഴിഞ്ഞതിന് ശേഷം, അതായത് രാത്രി കേട്ടോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയാൽ ഇവിടെ ആകെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് കാണാം. ഇതൊരു വലിയൊരു മന്ദിരമാണ്. അത് ഏതാന്നുള്ളത് കറക്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും സംഗതി അടിപൊളിയായി കിടക്കി. നമ്മളെ പറയുന്ന മാതിരി വേറെ ലെവല് വേറെ മൂഡാണ് മക്കളെ. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് നേരെ മാർക്കറ്റിലേക്ക് പോയേക്കാം. അപ്പോൾ നമ്മൾ ജുമാ മസ്ജിദിന് മുന്നിലുള്ള മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതിന് എത്ര തന്നെ? 550. ഇതിന് 450, ഇതിന് 550 ഉണ്ട്. अरे बैग कितना रुपये है? 450 है। कितना है? 600 नहीं अब മാണ്ടേ അത് വേണ്ട. അത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങേണ്ട ഞാൻ പെട്ടിന്. ഇത് മക്കൾസിനുള്ള ഷൂ ഒക്കെ ഉണ്ട് കേട്ടോ, ചെറിയ കുട്ടികൾക്കുള്ള ഷൂ. പിന്നെ അതുപോലെ വലിയവർക്കുള്ള ഷൂ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ ലിങ്ക് പറ്റിയ ഷൂ നോക്കിട്ടോ. 350 रुपये ഉണ്ട് ഷൂ. ഇവിടെ നോക്കിയാണ് पूरा 350 है ना? ये कितना है भाई साहब? 200 400 है ये ज़्यादा रेट है भाई साहब. ഇവിടെയൊക്കെയാണ് 400 രൂപയ്ക്കാണ് ഈ സാധനം. പിന്നെ അങ്ങനത്തെ ഇത് അതുപോലെ പിന്നെ ജാക്കറ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ കിतना ഭാഷ ഏകദേശം എല്ലാത്തിനും 350, 400, 450, 550. क्या कितना है? 200. അതിന് ഏകദേശം 200 റേറ്റ് ഉണ്ട് വരുന്നത്. ഇതൊക്കെ ഓരോ മോഡലുകളാണല്ലോ. ഓ ഇത് പൊളിച്ച്. भाई साहब एक्सक्यूज मी, न्यूबॉर्न बेबी ये कितना है भाई साहब? 200 रुपये കേട്ടത്. ആർക്ക്? ന്യൂബോൺ ബേബിക്ക് ചെറിയ 2 മാസത്തേക്കുള്ളൂ. അറിയില്ലടാ, എനിക്ക് കറക്റ്റ് അറിയില്ല. അറിയില്ല. ये कितना है भाई साहब? 200. എനിക്ക് എത്രയാണ് വേണ്ടി? 2 മാസത്തേക്കുള്ള. 2 മാസത്തേക്ക് ഇത് പോവോ? ചെറിയില്ല. കുറച്ച് കൊടുക്കാം. ഏ ഭായി സാഹബ് 150 के दे दे, 200 के नहीं अच्छा നമുക്ക് വേറെ നോക്കാം. വാ ഇവിടെ ജുമാ മസ്ജിദിന്റെ ഈ ഒരു ഭാഗത്തുള്ള മാർക്കറ്റ് തന്നെ കേട്ടോ. ഇവിടെ നോക്കിയാണ് നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് മൊത്തം ടോട്ടലി ഇങ്ങനെ പരന്ന് കിടക്കാണ് കേട്ടോ. ഷൂ നോക്കിയ നല്ല ഷൂ ഉണ്ടൊക്കെ. हाँ बोलो भाई साहब. बेटी हमारी भी उठा दो 17 नंबर वाली. हाँ भाई 400 रुपये. ഏതാണ് ഇവിടെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം റേറ്റ് എന്ന് പറഞ്ഞാല് ബജാർ എന്നാ പോലും പറഞ്ഞത്. അത്യാവശ്യം ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയത് ഷൂസ്, പിന്നെ അതുപോലെ ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ ബാഗ്, എല്ലാ ഐറ്റംസും കിട്ടും. ഞാൻ ജസ്റ്റ് മൊത്തത്തിലൊന്ന് കാണിച്ചു കേട്ടോ.
अच्छा बोलो आपका नाम क्या है? नूर आलम नूर आलम जी। हाँ नूर आलम के ये कितना रुपये? 400 है 400 400 जोड़ी सब चोरी का माल है। चोरी का माल ये ऐसे ऐसे चोरी माल ऐसे बिकते हैं। चोरी के माल ऐसे ऐसे बिकता है चोरी का माल। വാങ്ങണോ ബാ ബാ ये खाली बहाना आगे तो दोबारा ना खोलो। होगी क्या ये कितना भाई साहब? 400 ना आपका नाम क्या है भाई साहब? रियाज मोहम्मद रियाज मोहम्मद റിയാസ് എന്ന് പറഞ്ഞത് കേട്ടോ. എത്ര പാടി എടുത്താലോ? എങ്ങനെ ജിങ്കിള് പോയിക്കാ ഞാൻ നോക്കണ്ടേ അനക്കളവില്ല ആർക്കും നമ്മൾ നോക്കുക. ഇത് പാടി നല്ല സാധനമാണ്. ഇതൊക്കെ തക്കാളിമൂടി സാധനം മോനെ ഇതെടുത്താലോ? ഇത് പോരടി ഒന്നാവില്ല. നല്ല തോളണം ഇല്ലേ ഒന്നുമല്ല. भाई साहब ये कितना है? ഇതൊക്കെ 400. നല്ല സൈസ് എത്ര പറയും? ഇത് 6-7 ഒക്കെ. एक क्या भाई साहब? 7-8 देख लो. നമ്മളൊരു ഷൂ വാങ്ങിന് കേട്ടോ. നല്ല സൈസ് ഉണ്ടല്ലോ. नहीं भाई ये ज्यादा है यार. ആമേ ചാളിയാവാതക്കാരാണ്. ഉള്ളില് ചളിയാവാക്കാനും വേണ്ടി ഇത് കറക്റ്റ് സൈസാണ്. അത് പാൻറ് ഇറക്കി വയ്ക്കാം. പാൻറ് താത്ത് സാധനം തെറ്റാ എടുത്തോ. രണ്ട് ഭാഗേ ഉണ്ടോ? സെവൻ ഡേ പൈസ. നമ്മളൊരു ഷൂ നോക്കിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇതാണ് സാധനം. ഇവിടെ നോക്കിയാണെങ്കിൽ ഇതാണ് സെയിം സാധനം. ये वाला दे नहीं वो ये भाई साहब ये वाला पैन निकालना है. नहीं ये दे दो ना भाई साहब. नहीं है वो दे दो. ये कितना है? 7 है. हाँ 7 है. हाँ मिल जाएंगे भाई. ഷൂ വാങ്ങിനോ? ഇത് ഫ്രണ്ട് ഭാഗം നല്ല വേദന ഉണ്ട്. ഈ കാലില് ഫ്രണ്ട് ഭാഗം നല്ല പെയിൻ ഉണ്ട്. ഇതവിടെ नहीं है भाई साहब. अच्छा वो पेन है. ഇവിടുന്നല്ലേ നമ്മളൊരു ഷൂ എടുത്തിട്ടുണ്ടോ? ഈ നമ്മൾ ഇടുമ്പോ കാലിന്റെ ഫ്രണ്ട് ഭാഗമല്ലേ നല്ല പെയിൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഷൂ കാണണമെന്ന് വെച്ച് ഞങ്ങൾ ഇനി വേറെ ഷോപ്പിലേക്ക് നോക്കാൻ വിചാരിച്ചു. അപ്പോൾ പോയേക്കല്ലേ, നമുക്ക് വേറെ ഷോപ്പിലേക്ക് പോയേക്കാം. വാ പൈസ ഇതാണ്. നമ്മൾ മാക്സിമം എല്ലാ ഏരിയകളും കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ ഏരിയകളും എന്നല്ല, നമ്മൾ ഈ ജുമാ മസ്ജിദിന്റെ ഈ ഒരു ഭാഗം കേട്ടോ. ഇതാണ്ടോ ലേഡീസിനുള്ള വള ഐറ്റംസ് കാര്യങ്ങളും കൂടെ നോക്കിയാണ്.
ഇതിൻ്റെ ബാക്കിൽ തന്നെ ജുമാസ്ജിദും വരുന്നത്. അങ്ങനെ എല്ലാവിധ ഐറ്റംസ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മുസല്ല, ഇതുപോലെ അത്തറ്, തൊപ്പി എല്ലാം ഉണ്ട് കേട്ടോ. നോക്കിയാ ഇവിടത്തെ ഇവിടെ ഉണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ? ഈ കടയിൽ നമ്മൾ 1-2 ഐറ്റംസ്. ഏതാണ് മാറ്റണ്ടല്ലേ? അവിടെ നമ്മള് ഷൂ കാര്യങ്ങളൊക്കെ കുറെ നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് മര്യാദക്ക് കണ്ണു പിടിക്കുന്നില്ല. സെർച്ച് ചെയ്തൊക്കെ അല്ലാത്ത കാര്യം. അല്ല എനിക്ക് നോക്കണ്ടേ ചെറിയ ഷൂ छोटा वो अपना बेटा की वजह भाई भाई कर आड़ने इतना ചെറുത് നടക്കുന്നു. हां इधर ले चलो अकरम भाई यार अकरम भाई मुझे नहीं अकरम भाई भाई के आज तो काम करो नहीं घरे को जाने का. നമ്മൾ ഡൽഹിയിൽ വന്നോട്ട് എവിടെ വന്നോട്ട് സാധനം എന്തെടുക്കണമെന്നുണ്ടെങ്കിലും മാക്സിമം നമ്മൾ ബാർഗൻ ചെയ്യണം. ഒരു 400 പറയണമെന്നുണ്ടെങ്കിൽ ബാർഗൻ ചെയ്ത് നമുക്കൊരു 200, 150 ആ ഒരു ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യും എത്തിച്ചാൽ കഴിയും. നമ്മളെ എങ്ങനെ നമ്മൾ സംസാരിക്കുന്ന ശൈലി അനുസരിച്ച് നിൽക്കും. നമ്മളെ റേറ്റ് കാര്യങ്ങളൊക്കെ കമ്മിയാക്കി. ഭയങ്കര ക്രൗഡായിട്ട് ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ. ഇതിൻ്റെ ഇടയിലും സൈക്കിൾ പോണതോ. നമുക്ക് അടുത്ത് നോക്കാം. അത് മാത്രം കാത്തിക്കൊന്നും വേണം. ഓരോട് ചോദിച്ച പോൽക്കും അല്ലേ നീപ്പിച്ചില്ലേ? നമ്മളടുത്ത് നോക്കുക അല്ലാത്ത ആട്ടിന്. എടാ നമുക്ക് അടിയിൽ വേറൊരു ഇതുണ്ട്, അവിടെ പോയേക്കാം നമുക്ക്. എൻ്റെ ബ്ലാക്കിൻ്റെ ഐറ്റംസ് കിतना भाई साहब? कितना भाई साहब? 150 റുപ്യ ഉണ്ട്. സാധാ നമ്മള് വനങ്ങളത്താണ് വരുന്നത്. എടാ നമുക്ക് ഇവിടുത്തെ ഷൂ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഡ്രസ്സും കാര്യങ്ങളും ഇല്ലേ നമുക്ക് താഴെ നിന്ന് എടുക്കാം. അതാവും ബെറ്റർ. ഇതാ എയർബഡ്സ് ഒക്കെ കേട്ടോ. എല്ലാവിധ ഐറ്റംസ് ഉണ്ട്. ഇവിടെ നോക്കിയാണ് ഇവിടെ മാർക്കറ്റിൽ. ഇതൊക്കെ ഏകദേശം അടിച്ചു മാറ്റി കൊണ്ടുവന്നത് തന്നെ കാരണം നമുക്ക് അമ്പിയായിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, വരെ കൊണ്ടുപോകാനും പറ്റൂല. അവസ്ഥ അങ്ങനെയാണ്. कितना है भाई साहब? है 350. नहीं इंग्लिश 350 है. നോക്കിയാണ് നിങ്ങൾ 300 റുപ്യക്ക് ഈ സാധനം എയർപോർട്ട്. ചെക്ക് ചെയ്താ ये सी बोर्ड नहीं है भाई साहब, वो आईफोन का साथ में सी बोर्ड मॉडल नहीं है. नहीं ओ इधर कन्नड़ आ रहा है. अरे इससे जाना कहां है? इधर നെറ്റമ്പൂരുണ്ട്. കുഴപ്പമില്ല. कितना है भाई साहब? എല്ലാത്തിനും 350 ആണ് കേട്ടോ വരുന്നത്. 300 का दे. ये कौन सा है? ओ कितना? 900. नहीं कौन सा है? चार्जर है अंदर सब है. देखोणी ഇതോടെ ഒരു സാധനം കേട്ടോ. 900 റുപ്യ ഏകദേശം ആ റേഞ്ചിലാണ് നമുക്ക് ഇതിന് റേറ്റ് വരുന്നത്. ब्लैक कलर नहीं है ना भाई साहब? ഇവിടെയൊക്കെയാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്താ എനിക്കറിയില്ല, അവസ്ഥ അറിയില്ല. വെച്ചൊക്കെ തന്നെ വേണം. ഇവിടുത്തെ പിന്നെ അങ്ങനെ അമ്പിയായിട്ട് എന്ത് ചെയ്യില്ല, സാധനം പർച്ചേസ് ചെയ്യാനും പറ്റൂല. എങ്ങനെ പിന്നെ എടുത്തു भाई साहब लास्ट राइट बोला था
नहीं भाई साहब 700 700 नहीं 700 के दे भाई साहब 700 അവിടെ നോക്കിയാണ് നിങ്ങൾ എന്താ അവസ്ഥ. ഐഫോണിന്റെ കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ബാർഗൻ ചെയ്ത് അത് 900 രൂപ പറഞ്ഞ സാധനത്തിന് ബാർഗൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഞങ്ങളിപ്പോൾ ഏകദേശം 700 വരെ ഞങ്ങൾ എത്തിച്ച്. അപ്പൊ ഞങ്ങളിതാ ഒരു സാധനം വാങ്ങിയിട്ട് എനിക്കല്ല ഇതാ ഇവനാട്ടോ വാങ്ങിയത്. അതെ 900 രൂപേന്റെ സാധനം 700 രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയൊരു ഇത് അഡ്ജസ്റ്റ്മെന്റ് അത്ര പറയാം. അല്ലാതെ വലിയ മെച്ചെന്ന് പറയാൻ മാത്രമുള്ള വകുപ്പില്ല, അങ്ങനെ തന്നെ പറയാം. ഇപ്പൊ ഏകദേശം ഇവിടെ മരുവാങ്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഇവിടെ ഈ ഒരു ഏരിയയിൽ നോക്കിയിട്ട് ഭയങ്കര തിരക്കാണ്. ഇവിടെയൊക്കെയാണെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെയാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. ഇങ്ങോട്ട് ഇവിടുന്ന് അതേമാതിരി ആ ഒരു ഭാഗത്തേക്കും. പിന്നെ പാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. भाई साहब पैंट्स कितना रेट है? सॉरी भाई साहब रेट कितना है? 250 इंग्लिश 250 है. നമുക്ക് അങ്ങനെ കണ്ട് ഹിന്ദി അറിയില്ലെങ്കിലും ഞാൻ ചെറിയ ഇതിലറിയാം, കുഴപ്പമില്ലാതെ. ഏകദേശം 250 ആ ഒരു റേഞ്ചിലാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇത് ജാക്കറ്റ് കിतना भाई साहब? 550 550 रुपये കിട്ടോ. 550 റുപ്യക്കുള്ള സാധനം കേട്ടോ, കുഴപ്പമില്ല കേട്ടോ, നല്ല ജാക്കറ്റ് കേട്ടോ. 400 ലാസ്റ്റ് 400 രൂപയ്ക്ക് തരാന്നാ പറഞ്ഞത്. ഉൾഭാഗം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൈസ് കിतना है भाई साहब? कितना? डबल एक्सएल अनकेदा വേണ്ടേ? ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. ജി അനക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എങ്ക പാത്താലും നീതാണ്ടെന്ന് പറഞ്ഞ മാതിരി ഇതാ ഇവിടെ കുറെ മലയാളീസ്. ഞങ്ങള് മലപ്പുറം, ഞങ്ങള് കീശ്ശേരി. നിങ്ങളിവിടെ കോഴിക്കോട്. എന്താ ഞാൻ ചുമ്മാ നിങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ട. എവിടെ നോക്കിയാലും മലയാളീസ് കേട്ടോ, നല്ല സുഖ. അത് ഈ ഇന്ത്യ രാജ്യത്ത് നിന്നല്ലേ, ലോകത്തിന്റെ ഏത് നാനാദിക്കിൽ പോയാലും മലയാളീസ്. നീ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. കൊണ്ടാ സാധനം പിടിച്ചു. ഇന്നലെ നിന്റെ പോയിനാ കുറച്ച് പൈസ. എടാ ബാഗ് മാറ്റടാ, ബാഗ് തന്റെ കയ്യിൽ കൊടുക്ക്. ഇവിടെ നോക്കിയാണ് നിങ്ങള് ഒരുത്തത് 25 വയസ്സാണ് ഒരു ഇത് ചെയ്യാപ്പത്. ഇവിടെ നോക്കിയാണ് അവസ്ഥ. ഓണം മുറുക്കി പിടിച്ചട്ടെ. ഇവിടെ നോക്കിയാണ് പോണൊക്കെയാണ് എത്താ പോനെ കഥ. എത്രയോ ആൾക്കാർ പോണ ഇടയിൽ കൂടെ വണ്ടി കൊണ്ട് പോണ പായനങ്ങട്ട്. എടാ ഇത് ഇവന് ഏകദേശം കറക്റ്റ് സൈസ് ആണല്ലോ. ഇത് കറക്റ്റാടാ, അങ്ങനെയാക്കുണ്ട് കാണാൻ. नहीं भाई साहब 300 के भाई अनदर कलर വേറെ കളർ കൊടുക്കണം. കളർ എനിക്ക് ഇഷ്ടം എടുത്തോ. അത് നട്ടോ ഇട്ടോ ചെയ്തിക്കോ. എനിക്ക് ആ തള്ളിയിടലാണ്. भाई साहब लास्ट से 330 है. 330 है भाई साहब, 330 है. दूसरा शॉप नहीं है. ए भाई साहब 330 है. क्या अरे भाई साहब पैकिंग कर देना सर. हाँ पैकिंग करो. लास्ट നമ്മൾ 550-600 രൂപ പറഞ്ഞ സാധനത്തിന് നമുക്ക് ഏകദേശം 350 ആ ഒരു റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. 550-600 രൂപ റേറ്റ് പറഞ്ഞു കൊടുത്താൽ നമുക്ക് 350 രൂപ കിട്ടിയത്. എന്നാ ഇതൊക്കെയാ ഇതേ ഇജാന്റെ ബാഗ് കിട്ടാ. ബാഗ് വേണം. വാ വാ വാ. അപ്പൊ ഇതാണോ ലേഡീസിനുള്ളത് എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഇല്ലാത്തൊരു സാധനമല്ല. ഇവിടെ മറ്റേ
നമ്മളെ നാട്ടിൽ ആരെയും പച്ചമുളകൊന്നും ഇല്ലാത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാ സാധനവും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ 5:38 കിട്ടോ, അതായത് 6 മണി പോലും ആയിട്ടില്ല. ഇവിടെ നേരത്തെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹനഫി മസബാണ് ഇവിടെ വരുന്നത്. നമ്മളെ ഇവിടുത്തെ മാതിരി നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പോലെ ഷാഫി മസബല്ല. അപ്പോൾ പെട്ടെന്ന് ഇരുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ പോണ 2 ആൾക്കാരില്ല. ഇത് സിമ്പിളായിട്ട് പോകുന്നുണ്ട്. പോക്കറ്റ് അടിച്ചുള്ള പോക്കാണോ അതോ അറിയില്ല. നമുക്ക് പോയി നോക്കാം. അതിൽ അങ്ങനെ വെറുതെ ഇട്ടാൽ ശരിയാവില്ലല്ലോ. ഒന്ന് അടിച്ചാലോ, പറയാൻ പറ്റില്ല. അടിക്കിറങ്ങാം. അടിക്കാണ്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കല്. നമ്മൾ ഹോട്ടലുകളിൽ പോയാൽ നമുക്ക് ഇങ്ങനത്തെ ഈ പാത്രം കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ. നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങാം. ഇവിടെ നോക്കുകയാണെങ്കിൽ തൊപ്പി കാര്യങ്ങൾ, പിന്നെ അതുപോലെ അത്തറ്, പല ഐറ്റംസ് അത്തറ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കേട്ടോ ഈ കാണുന്ന അത്തറില്ല, അതിന് 200 അടിപൊളി റേറ്റ് പറഞ്ഞത്. ബാ നമുക്ക് വേറെ നോക്കാം. പിന്നെ ഈ കാണുന്ന ഒരു മാർക്കറ്റില്ലേ, നോക്കിയാണ് നിങ്ങൾ കച്ചവടമാണ്. കച്ചവടം നടക്കുന്ന ഏരിയകള് എന്ത് ഭയങ്കര തിരക്കാട്ടോ. ഭയങ്കര പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അതിനിടയിൽ ഫുഡുണ്ട്. നല്ല അടിപൊളി ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര തിരക്കാണ് കേട്ടോ. എന്തായാലും ഫോൺ പോയില്ല എന്നുള്ളതൊന്നും അറിയില്ല. രണ്ടും കൽപ്പിച്ചാണ് ഏതെങ്കിലും വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇതാ കീശയിൽ ഇങ്ങനെ കൈ ഇട്ടിട്ടുണ്ട്. പേഴ്സ് ഉണ്ടാവും, ഫോൺ ഉണ്ടാവും അറിയില്ല. അല്ലോ വേലോ മോനാ അടുക്കത്തേതാണല്ലോ, തിരക്കാണല്ലോ. भाई साहब कितना रुपये? 400 है ना? എല്ലായിടത്തും ഒരേ റേറ്റ് കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. 400 തന്നെയാണ്. ഇവിടെ ഉണ്ടോക്കിയ ഷൂ ഞാൻ കുറെ നേരം എനിക്കൊരു ഷൂ നോക്കണേ, എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് കൂടെ ഉള്ളവർക്ക് ഓൾക്കുള്ള പർച്ചേസിങ്ങോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവസ്ഥ നമുക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമുക്ക് അടുത്ത പറിച്ചു നോക്കിയാണെങ്കിൽ. भाई साहब कितना रुपये? 200. എല്ലായിടത്തും ഫിക്സ്ഡ് റേറ്റ് കേട്ടോ, 200 ആണ് കേട്ടോ. പിന്നെ അതൊക്കെ വാച്ച് കേട്ടോ ഇവിടെ നോക്കിയേ. വാച്ച് നോക്കി വേണം, ചോദിച്ചു വേണം. भाई साहब कितना रुपये? 150 रुपയേക്കാണ്. ഇങ്ങോട്ട് നോക്കിയാണ് ഈ സാധനം. അവിടെ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. എത്ര വരട്ടോ, അല്ലാതെ വലിയൊരു ക്വാളിറ്റി ഒന്നും വരാത്തുള്ള കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഇതാ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഷോപ്പുകളല്ലോ, ഡ്രസ്സ് കാര്യങ്ങൾ പല വിധത്തിലായിട്ട്. कितना रुपया? 100 रुपये का. कितना 100 100 का 100 का
₹100 का ढाई सामान हम लोग क्या नहीं लेने वाली बात कर लो 700-800 के पीस है फर्स्ट रेट देखो पहले पीस का इसमें हल्की भी आती है 1000 रुपए दे देगा പല വിധത്തില് പല ഐറ്റംസുകളുള്ള വാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളത്. ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എതിലുണ്ടോ ചോദിക്കാം? ഇതോ भाई साहब भाई साहब भाई साहब भाई साहब ए वाइट शू कितने साल का ये बताओ? ये वाला तो हंसते खेलते आएगा पैर में ये तो आड़ी आ जाएगा छोटा ना रह जाए नहीं नहीं ये कितना है भाई साहब? छोटा नहीं होगा कितना रुपये? ₹400 ഈ സാധനത്തിന് പോലെ പറയുന്ന റേറ്റ്. അതൊക്കെ നോക്കണം. എടാ എന്റെ പൈസ അല്ലേ 500 ചില്ലറാക്കിക്കോ. भाई साहब वो 7 है ना वो भी वाला वो 9 है 7 है ना नहीं है ठीक है भाई साहब. പിന്നെ അതല്ല അടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടുമ്പോ അതിന്റെ ഇഞ്ചോട്ട് വെച്ച് വെക്കൊന്നുമില്ല. ഇതുണ്ടോ നിങ്ങൾ ഇതുണ്ടോ? ആ കിട്ടി കിട്ടി ഷൂട്ട് നോക്കി 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 100 നോക്കിയാ ആടാ വാങ്ങണ്ടേ നമ്മക്ക് ഇഷ്ടപ്പെട്ട് കിട്ടണ്ടടാ. भाई साहब भाई साहब ഇതിൽ ആ റെഡ് ലൈൻ വരുന്നല്ലേ? ആ പോരല്ലേ? ब्लैक रेड ब्लैक ये वाला नहीं ये रेड लाइन हाँ वो भी वाला. भाई साहब ये रेड लाइन वो भी वाला दे दे. नहीं ये वाला हाँ है 100 रुपए തോടി. ഇത് വേറെ ഒന്നുണ്ട് എൻ്റെ ഇപ്പത്തെ സൂര്യനായിരിക്കും പൊളിഞ്ഞു വരുന്നുണ്ടല്ലോ ഇത് അങ്ങനെ പൊളിഞ്ഞു വരും. അല്ല കുറെ കാലം പറ്റില്ല തൽക്കാലം കുറച്ചൊക്കെ പറ്റും. അതൊക്കെ മതിടാ തൽക്കാലം ഇപ്പൊ ഒരു മാസമൊക്കെ പറ്റും. അതിലെ മുതലുണ്ട്. പിന്നെ ഇത് പിന്നെ വേറെ അതല്ലേ കുഴപ്പമില്ലാത്ത എനിക്ക് തോന്നുന്നു എൻ്റെ ഇതിലെ ഒപ്പീനിയൻ അനുസരിച്ച് പറഞ്ഞു. ഇങ്ങനത്തൊക്കെ പോകുന്നത് നൈസ് പക്ഷേ കംപ്ലൈൻറ്റ് വരും ഒന്നും ആവില്ല. ഇത് ഇത് വേറെ കളറുണ്ട് ഈ കളറാണ് ആക്കി നമ്മളല്ലേ കസ്റ്റമർ കസ്റ്റമറിനെ സാറ്റിസ്ഫൈഡ് അല്ലേ നമ്മളെ കച്ചവടം പിടിച്ചെടുക്കാൻ എന്നിട്ട് ഓല് നമ്മളോട് തരാണ് കളക്ഷൻസ് ഓരോന്നും എടുത്തു തരാൻ കഴിയൂലെന്ന് പോയി പണിയാക്കാൻ പറയാം എല്ലാത്താ നമ്മളെടുത്ത് നോക്കും. ആ ഇതായിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എത്ര പാടറിയില്ല നോക്കട്ടെ നോക്കിക്കാം. പൈസ അവിടുന്ന് നോക്കാൻ മാരക സാധനം. ഓ അതൊന്ന് വേണ്ടടാ താങ്ക് യു. നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയാൽ മതി. ഏതല്ലേ നോക്കിക്കാം.
നമ്മളങ്ങനെ ഷൂ എടുക്കുന്നിടത്തുനിന്ന് വന്നതാ ലാസ്റ്റ് ഇവിടെ എത്തിക്കുക. ഇവിടെ നോക്കിയാണ് നിങ്ങൾ ഈ ക്ലോത്തും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. ആകെ 150 രൂപയ്ക്കാണ്. നമ്മളെ നാട്ടിൽ 600-700 രൂപയ്ക്ക് കിട്ടുന്ന സാധനം അവിടെ ഡൽഹിയിൽ ചാന്ദിനോക്ക് മാർക്കറ്റില്. ഏത് നോക്കിങ്ങള് നാട്ടിൽ കളിക്കുന്ന സാധനം അത് എത്ര പേരിനെ 150 രൂപയ്ക്ക് ഈ സാധനം നോക്കിയാണ് നിങ്ങള്. ഈ 2 എടുത്ത് എന്നത് പിടിച്ചാ. ഡൽഹിയിലെ ചാന്ദിനി ചൗക്കറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കട്ടെ. ഭയങ്കര തിരക്കാണ് ഇവിടെ. എടുത്താലോ വളരെ നല്ല സെലക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇതോ കണ്ടുകൊടുത്തോ അല്ല എനിക്ക് അങ്ങനെ വേറെ ഒന്നുണ്ട്. ഈ സാധനം അത് വളരെ ടൈറ്റ് ആക്കാരം ടൈറ്റ് ഉണ്ടാവും. അല്ലടാ ഒന്നെടുക്കുക. ആളുകൾ വീണ്ടും വീണ്ടും കൂടി വരികയാണ്. തിരക്ക് വളരെയധികം ഉണ്ട്. ചെറിയ കുട്ടികളുടെ ഷൂ മുതൽ എല്ലാവർക്കും വേറെ നോക്കില്ല. ഇതേ മാറ്റം എടുക്കാനുണ്ടോ? വളരെ പ്രശസ്തനായ ബ്ലോഗറാണ് ഇവിടെ സെലക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയപ്പെടുന്ന ബ്ലോഗർ വരെ ഇവിടുന്നാണ് സാധനം എടുക്കുന്നത്. അത്രയും നല്ല സാധനങ്ങളാണ്. ഇങ്ങോട്ട് നോക്കിയാൽ എന്റെ പേസ് 600-700 രൂപ കിട്ടുന്ന സാധനം അത് നമുക്ക് ഡൽഹി ചാന്ദിനി നോക്കുന്ന മാർക്കറ്റിൽ നിന്ന് എത്ര രൂപ? 2 300 പിടിച്ചോളാൻ 2 300. നോക്കൂ നോക്കേ. രണ്ടാൾ 2 വിധം എഴുതിയിരിക്കുന്നു. 2 2 4. എടാ ഇവിടെ ആദ്യം ഫോൺ പോവുക. വേഗം നോക്കി ബസ് വേഗം നോക്കി. ജസ്റ്റ് മുഖത്തിൽ കാണിച്ചു. തിരക്ക് വീണ്ടും കൂടി വരികയാണ് മക്കളെ. എല്ലാ കളറും ഉണ്ട്. അഡിഡാസ്, റീബോക്ക് എല്ലാ തരത്തിലുള്ള കമ്പനീസ് ഉണ്ട്. सर्च कर दिया वैसे मदीना जाओ नहीं ശരിയാ. അവിടെ ആദ്യം നിൽക്കണ്ട. വേഗം നോക്കടാ. കംപ്ലൈന്റ് ആണ്. അപ്പൊ കാണിച്ചോ. അപ്പൊ നമ്മൾ 2 പീസ് എടുത്തിട്ടുണ്ട്. दूसरा कलर है.
पहले पैसे चेंज मत देना अभी, वो डिस्काउंट करेगा यार। ठीक है അങ്ങനെ നമ്മൾ 2 പീസ് എടുത്തിട്ട് ഇവിടെ നോക്കിയാണ്. മാർക്കറ്റുകളതാ ഈ ഒരു ഭാഗത്തേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതെ നമ്മള് മലയാളീസിന്റെ തനി കാണിക്കുക, അല്ല തനി സ്വഭാവം കാണിച്ചു. അല്ല എവിടെ പോയാലും വരുന്നേ വരും. ഇങ്ങോട്ട് നോക്കിട്ടോ ഈ സാധനത്തിനല്ലേ 400 എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് മൂപ്പര് പറയണത് എന്താ വെച്ചാല് മാർക്കറ്റിൽ മൊത്തത്തിൽ ഫിക്സ്ഡ് റേറ്റ് ആണ് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് ബാർഗൈൻ ചെയ്ത് സംസാരിച്ചപ്പോ എന്ത് ചെയ്ത് ഏകദേശം 350 വരെ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ എത്തിച്ച്. അപ്പൊ കിത്തനായ ലാസ്റ്റ് റേറ്റ് 350. ഫസ്റ്റ് തും ക്യാ പോലത്തെ 400 നോക്കി കൊറേ തൊള്ളോണ്ട് തന്നെ മാറ്റി പറയണത്. അപ്പൊ നമ്മൾ ബാർഗൈൻ ചെയ്യണതനുസരിച്ചാണ് സാധനം ഉള്ളത്. പിന്നെ അതേമാതിരി ഇതാ ഷോക്സ് ഒരു കെട്ടിന് ഇവിടെ നോക്കിട്ടോ ഒരു കെട്ടിന് നോക്കിയാണ് 50 റുപ്യ പറഞ്ഞത്. എത്ര ഉണ്ടാവും ചോദിച്ചാല് 1 2 3 പീസ്. 3 പീസ് അല്ല ഇതിക്ക് കോമ്പിള്ള ഈ ബ്ലാക്ക് തന്നെയാണോ? അല്ല ഇതില് വേറെ ഏതെങ്കിലും കളർ പറ്റുമോ? അതല്ല വിഷയം. ഇതിപ്പോ ഞാൻ ഇതല്ല ഇട്ടത്, ഇതിടണോ അതോ രസം കാണോ? ഇതിരുത്താ, ഇത് രണ്ടെടുത്താ ഇവിടെ ബോസേ, ഇതെടുത്താ ഞാൻ ഇത് രണ്ടെടുത്തു. ഒറ്റ പേര് മാത്രം മതി. ഇതിക്ക് കോമ്പിള്ള നോക്കി എടുത്താ എത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലല്ലോ ഞാൻ എടുത്തോ അതിൻ്റെ ഉള്ളിൽ കൊടുക്കി. അപ്പൊ അതോട്ടെ നമ്മള് ഷൂ എടുത്ത് ഷൂ വാങ്ങിട്ടോ. ഇതാടാ ഈ സാധനം നമ്മള് വാങ്ങി നെയ്യേ. ഓ ഇത് പിടിച്ചോ ഇത് വീഡിയോ പിടിച്ചു ഷൂ ഇടുന്നു. അതോടെ നമ്മള് വാങ്ങിയ സാധനതാ സ്പോട്ടില് സാധനം വാങ്ങുക, കാലം പടുക, അത്രേ ഉള്ളൂ. നേരെ പോവാ. പഴയതോടെ ഒഴിവാക്കുക. പഴയന്റെ കോലം നോക്കി പറ്റ നാശയിക്കണേ, അതുകൊണ്ടാ വാങ്ങണേ. നല്ലത് മാത്രം കാണിച്ചുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ടാവും. കുറച്ചൊക്കെ മോശം കാണിച്ചണ്ടേ വേറെ. പിന്നെ കാര്യം നോക്കിയില്ല, ഷൂ വാങ്ങി ഒക്കെ തെറ്റി. നാട്ടിലിപ്പോ ഒരു 1000 പേരെ പുറത്തുണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടോ? 1000 പേരെ പുറത്തൊക്കെ ഉണ്ടാവും. കെട്ടൊക്കെ പഴയത് തന്നാ 50 രൂപ യൂസ് ചെയ്യാം. എടുക്കോ പഴയതെന്നാ 50 രൂപ. 50 രൂപ ഡിസ്കൗണ്ട്. ഇത് തിരക്കൂട്ടല്ലേ? ऑप्शन में डालना, जू में ऑप्शन लगा देना. ये लो भाई युवा करना लेना. സോക്സാറിന് പിരിച്ചിട്ട് കേട്ടോ. സോക്സാറിനും പിരിച്ചിട്ട് പറയാ. ആരെങ്കിലും 50 ഞാൻ ഇത് വാങ്ങിച്ചു തരാം. 500 ഞാൻ കാര്യമായിട്ട് പറയാം. ജീപ്പ് ചെയ്യാനുള്ളൂ, പൈസ കിട്ടില്ല. എന്ത് ചെയ്യാൻ? ജീപ്പ് ചെയ്യാനല്ലേ? ജീപ്പ് എന്ത് ചെയ്യാൻ? ഗൂഗിൾ പേയിലാണുള്ളത്. അപ്പൊ കേട്ടോ പഴയ സാധനം നമ്മളിങ്ങനെ പാക്കാക്കി, പുതിയ സാധനം കാലുമേലിട്ടു. നമ്മളിതാ ബാക്കി കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പോയി വെക്കാം. നോക്കിയാളിട്ടോ ഏതെടുത്താലും 400 രൂപയുടെ സാധനമാണ്. ലാസ്റ്റ് 350 രൂപയ്ക്ക് പോലും തരാന്നാ പറഞ്ഞത്. ഏതെടുത്താലും നമ്മളിവിടെ ജമാസിന്റെ ഓപ്പോസിറ്റ് ഒരു ഗല്ലിണ്ട് കേട്ടോ. അവിടെ വന്ന് ഇമ്രാൻ ഭായിനെ കണ്ടാൽ മതി. ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാലും മതി, കുഴപ്പമില്ല.
അപ്പൊ അതാ ഏതെടുത്താലും 350-400 രൂപ. നമ്മളെന്താ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോ നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളും കുറയും. നോക്കിട്ടോ 450-500 രൂപ ആ ഏകദേശം ആ റേഞ്ചിൽ പറഞ്ഞ സാധനത്തിനാണ് ഇവിടെ ഇതോട്ടെ ഇങ്കല്ലട്ടെ ഇതാട്ടെ ഇവനാട്ടെ നമ്മളെ കൂടെ വന്ന സുഹൃത്തിനാണ് 450-500 രൂപ പറഞ്ഞ സാധനത്തിൽ ലാസ്റ്റ് ഒക്കെയാണ് 350 രൂപ കൊടുക്കും. പൈസ എടുക്കും. ആ 350 നോക്കി പൈസക്കാരനാണ് നമ്മളെ വാനൊന്നല്ല കേട്ടോ, കൂട്ടത്തിൽ പൈസക്കാരൻ വാനാണ് കേട്ടോ. 350 ഇല്ല അത് കൊടുത്താളാ. നമ്മളിത് ബാർഗൈൻ ചെയ്തിട്ട് ലാസ്റ്റ് 300 പറഞ്ഞു. ഇതിൽ വെച്ചാ എന്റെ ഷൂ ആട്ടിയാ ഇതോട്ടെ ഇങ്ങോട്ടൊക്കെയാണ് സാധനം കിട്ടി. സാധനം നാക്കാണ്. ഇങ്ങോട്ടൊക്കെയാണ് നാലത്ത് കൂടെ വൃത്തിയും കൊണ്ടുപോവാ. ഇവിടെയൊക്കെയാണ് ടയറുണ്ട് ഇവിടെ നോക്കി അല്ല പിന്നെ അച്ഛ ടയർ ഇങ്ങോട്ട് നോക്കി എയർപോർട്ടിലൊക്കെ നാലത്ത് കൂടെ കാട്ടിയാ കാട്ടിയ ഇവിടെ കൊണ്ട പിടി ഇവിടെ നോക്കി നോക്കിയാ ഏതാ സാധനം സെറ്റ് സാധനം കളി അടിപൊളി സാധനം കൂടെ നോക്കിയാണ്. നാളത്തെ കൂടെ ഉച്ചയാണ് കൊണ്ടുപോവാ. ഞാൻ നേരത്തെ ഇത് ഷോക്സ് അല്ല വാങ്ങിയ 100 വാട്ടിക്കാണല്ലോ. भाई साहब कितना रुपये? 150 रुपया. 150 लास्ट रेट भाई. ചെറുതല്ല എന്താ ചെയ്യാ, എവിടെ നോക്കിയാലും ഫിക്സ്ഡ് റേറ്റ് ആണ്. നമ്മളെ പഴയ വിന്റേജ് മോഡൽ പാന്റ് ഉണ്ടോ കാണിച്ചെടുത്താ വിന്റേജ് സാധനം കടക്കണ ഇങ്ങോട്ട് നോക്കിയാരെ കളർഫുൾ ഇവിടെ നോക്കിയാണ് പഴയ മോഡല് അതായത് പഴയ വിന്റേജ് മോഡൽ കളിക്കണ സാധനം ഓൾഡ് മോഡല്. ഇവിടെ നോക്കിയാണ് നിങ്ങള് കീശ വേറെ കളറ് ഓരോന്നും ഓരോ കളറാണല്ലോ റബ്ബേ. അതെ പഴയ ജയന്റെ മോഡല് അങ്ങനെ പറയാം. സോറി ഇത് ആടാൻ ചെന്നാ വരാ ഇവിടെ ഇട്ട് പോകും ഞങ്ങള്. ഇതായില്ല ഷർട്ട് കിतना है? 300 300 രൂപയ്ക്ക് നമ്മളെ ഈ സാധനം നാട്ടിൽ നിന്ന് കിട്ടും. പൈസ 300 രൂപയ്ക്ക് നമ്മളെ നാട്ടിൽ നിന്ന് 150 രൂപയ്ക്ക് കിട്ടും. പിന്നെ എത്തിനാ വലുത്. ഇതാ കണ്ടില്ലേ ഒക്കെ ഇവിടെ ഫിക്സ്ഡ് റേറ്റ് കേട്ടോ. ഇവിടെയൊക്കെയാണ് ഓനോനെ മുടി വിൽക്കൊക്കെ നമ്മളതല്ല നമ്മള് റേറ്റിന്റെ കാര്യം നോക്കിയത്. कितना रुपया भाई साहब कितना? എല്ലായിടത്തും ഫിക്സ്ഡ് ആട്ടോ. ഇങ്ങോട്ട് നോക്കി ഇവിടെയൊക്കെ ഫിക്സ്ഡ് റേറ്റ് ആട്ടോ. സാധനം പോരടാ നമുക്ക് അടുത്ത് നോക്കാം. പിന്നെ ഒരു കാര്യം, ഇത് മൊത്തത്തിൽ കാണിച്ചു തരുമ്പോ നമ്മള് വാങ്ങാനുള്ള പ്ലാനൊന്നും ഇല്ല കേട്ടോ. ഞാൻ നിങ്ങളിലേക്ക് ഈ റേറ്റിന്റെ കാര്യങ്ങളൊക്കെ എത്തിച്ചാന്നുള്ള ഒരു നിൽക്കട്ടോ. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരിലേക്കും നമ്മളെ റേറ്റും കാര്യങ്ങളും നിങ്ങളും കൂടി അറിയണ്ടേ, ഞാൻ മാത്രം അറിഞ്ഞിട്ട കാര്യങ്ങൾ. ഇവിടെ പർച്ചേസിങ്ങിന് വരുമ്പോൾ അവിടെ മാക്സിമം ബാർഗൈനിങ് ആണ് കേട്ടോ, അതിലപ്പുറം ഒന്നുമില്ല. അതെ ഒരു ഫിക്സ്ഡ് റേറ്റ് കാര്യങ്ങളൊക്കെ പറയും, നമ്മളതൊന്നും നോക്കണ്ട. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് എത്രത്തോളം ബാർഗൈൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക, ബാർഗൈൻ ചെയ്യുക, സാധനം വാങ്ങാൻ പോരെ. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒരു നിർബന്ധിച്ചായിട്ട് പോലെ പൈസ 400 रुपयालो नहीं बस ओड़ा नहीं
ബൈക്കെടുക്കാൻ പോണേ. ബാബാ देखिए वो सा भाई साहब कितना रुपया 150 रुपया है ये 3 150 रुपया 150 ओनली 150 150 रुपया കാണല്ലോ. ടൈറ്റാണ്. हैं बड़ा है मिल जाएगा बड़ा भी है बड़ा बिग साइज कहाँ पे वहीं देख लो मिल जाएगा നോക്കിക്കോ ദിലാറുള്ള ഇടക്കാത്തിനുള്ള പോയി സാധനം എടുക്കല്ലേ ഇതാ ടൈപ്പിലാടാ. ഇത് പനി. ഇത് അടി അടി ഇങ്ങനെയാടാവും അവിടെ വെക്കാം. ആണോ ഉണ്ടല്ലോ ठीक है वैसे ലേഡീസ് ലേഡീസ് इधर लेडीസിന്റെ ഐറ്റംസ് ഇട്ടോ भाई साहब ये कितना रुपया है कितना है 350 എന്താ അറിയില്ല കേട്ടോ ഇവിടെ മൊത്തത്തിൽ ഫിക്സ്ഡ് റേറ്റ് ആണ് 350 ഒരു കളിയാ. 350 ഒരു സിറിയും കളിയാ ലേഡീസിനെ 350 ലാഭം. അതെ അതെ ബാർഗെയിൻ ചെയ്താ കിട്ടും. അതെ മലയാളികളോ അതെ ഇതാ അതിന്റെ ഇടയിൽ ഇതാ തിരക്കിട്ടിട്ട് ഫുഡ് ഉണ്ടാക്കും ഇങ്ങോട്ട് നോക്കിയാ भाई साहब ये सेट कितना है भाई साहब कितना है जो വേണ്ട 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 ഓല അച്ചടം വേണ്ട നമുക്ക് മൂലമാർക്കുള്ള ചട്ടല്ലേ ഇതോട്ടെ മൂലമാർക്കുള്ള ഷർട്ട് ഉണ്ട് നമ്മളെ പള്ളിക്കല മൂലമാർക്കുള്ള ഷർട്ട് ഉണ്ട് ആ സെയിം ക്ലോത്ത് തന്നെ മൂലമാർ. അതെ भाई साहब कितना रुपये മലയാളം എന്ന് കണ്ടപ്പോ മനസ്സിലായില്ലേ തേണ്ടി പറഞ്ഞ ഓ ये क्लॉथ कितना रुपये देख लो ना नहीं भैया ज्यादा है वो मीडियम है ना एक्सेल है मीडियम है ना है नहीं है ठीक है भाई साहब हाँ ഞാൻ ഷർട്ടും നോക്കില്ല അത് ബനിയനിട്ടു വൈസ് സ്ലീവൊക്കെ भाई साहब कितना रुपये 400 ठीक है भाई साहब 6 തിരക്കൂടേ ബോക്സ് ഇതവിടെ. भाई साहब कितना है ഓ ഓന് ജാടാ വീഡിയോ എന്താക്കാന് പോയി പണിയാക്കാൻ പറയും मिलिट्री ड्रेस അതിനെ അടിച്ചു മാറ്റി പോകാൻ വേണ്ടിട്ടോ നോക്കിയാണെങ്കിൽ ഓ വീഡിയോ ബന്ദ് ചെയ്യാൻ പറയും എനിക്ക് തോന്നുന്നുണ്ട് ഉറപ്പില്ല അടിച്ചു മാറ്റി പോകാൻ തോന്നുന്നുണ്ട് സാധാരണ ഇങ്ങനത്തൊക്കെ ചോരസാറിലാണ് ഉണ്ടായാലും ഇത് നേരെ കൊണ്ടാന്നിട്ട് മാർക്കറ്റിലാണ് വെച്ചത് അടി കൊടുക്കുമ്പോ അറിഞ്ഞോളൂ അതൊക്കെ പറയാം അടച്ചോനെ എന്നിട്ട് നോക്കിയാണ് നിങ്ങള് നോക്കിയടാ ഹെഡ്സെറ്റിനടാ നോക്കിയ ബോസേ ഹെഡ്സെറ്റ് ചെവിടടിച്ചു ഷോപ്പും 150 റുപ്യ അങ്ങനെ इसमें नहीं होती
ഇത് കൈ മുറിഞ്ഞാട്ട് മലയാളികളുടെ കളി തോട്ടി കൊടുത്തേക്ക് മലയാളിക്ക് തോട്ടി എടുത്ത് ശീലമില്ല. അത്യാവശ്യം നമ്മളെ എല്ലാ കടകളിലും കയറി ഇറങ്ങിയിട്ടുണ്ടോ. അപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. അത്രയൊക്കെ തന്നെയാണ്. ഇല്ലല്ല ഇത് കുടിച്ചിട്ടുണ്ടോ? ഇത് പോരടാ. വാ 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 വേറെ വാ. എന്നെ സർവത്തെ മൊഹബത്ത് എന്ന് പറഞ്ഞത്. സർവത്തെ മൊഹബത്ത് എന്ന് പറഞ്ഞത് കാരണം ഓളോട് മൊഹബത്ത് വരും. അപ്പൊ റേറ്റും കാര്യങ്ങളും കണ്ടില്ലേ. അപ്പൊ നമ്മള് നേരത്തെ പോയ ഫുഡിന്റെ ഒരു ഗല്ലിണ്ട്. ആ ഗല്ലിക്കാട്ട് പോകുന്നത്. അവിടെ ഉണ്ട് അടിപൊളിയായിട്ട് മൊഹബത്തിക്ക സർബത്ത്. അടിപൊളി നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന ഏരിയ തന്നെ കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് പോയി. രാത്രി ആയി കഴിഞ്ഞാൽ ഈ ഒരു ഗല്ലിയിലുള്ള തിരക്കാണ് കേട്ടോ. നോക്കിട്ടോ, ഇതാണ് അവസ്ഥ. ഇത് കാര്യമായിട്ട് ഫുഡിന്റെ ഏരിയ ഉണ്ട്. ഇവിടെയൊക്കെയാണ് തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. അത് അതിൻ്റെ അടുക്കതാ വലിയ വണ്ടി ഉണ്ടാവും. ഇതാ നോക്ക്, മൊഹബത്ത് സർബത്ത് ഒറിജിനൽ. ഇതാട്ടോ ഡൽഹി വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ട സാധനം കേട്ടോ മൊഹബത്ത് കാ സർബത്ത്. അതെ, ഒറിജിനൽ സാധനം ഇതാട്ടോ കിട്ടണേ. ഇവിടെയാണ് കിട്ടണത്. ബസ് ഒന്ന് മാറിക്കടാ. തീന് സ്മോള് तीन मोहब्बत शरबत തീന് പറഞ്ഞാൽ മൂന്നെണ്ണം പറഞ്ഞാൽ നീ ഇതിവിടെ നിലത്തിച്ചാളടാ. ആരും കൊണ്ടുപോകുന്നില്ല. അത് വാങ്ങടാ. എത്ര പാട് സാധനത്തെ പാട് പറഞ്ഞ തീനെ ഭായ് സാബ്. എങ്ങനെ 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 പൊളിയല്ലേ? ഇങ്ങനത്തില്ല എനിക്കും കൂടി കിട്ടാണ്ട്. അത് കുടിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത പരിപാടി കിട്ടും. അപ്പൊ നമ്മള് മൊഹബത്ത് കാ സർബത്തും കുടിച്ച് സാധനം സെറ്റാണ് കേട്ടോ. അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടോ. എന്തായാലും ഡൽഹി വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊഹബത്ത് കാ സർബത്തും പിന്നെ അതുപോലെ നമ്മളാ മറ്റേ കാക്കാൻ്റെ കോഴിക്കട കാണിച്ചിരുന്നില്ല, മറ്റേ കട ആ ഹാജി മുഹമ്മദ് ഇല്ലേ, അതും ഏകദേശം ആ ഒരു ഗല്ലിയിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാലാണ് വരുന്നത്. എന്തായാലും ഈ മൊഹബത്ത് കാ സർബത്തും ഹാജി മസ്താൻ്റെ ഹാജി മുഹമ്മദ് ആ ഒരു കാക്കാൻ്റെ എന്ത് ചെയ്യണം, ആ ഒരു റെസിപ്റ്റ് ആ ഒരു ഫ്ലേവർ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, ടേസ്റ്റ് ചെയ്യണം കേട്ടോ, മസ്റ്റാണ്. പിന്നെ അതുപോലത്തെ വേറെ ഫ്ലേവറാണ് ഇത് ഇവിടെ ഉള്ളത്. ഇങ്ങോട്ട് നോക്കിയിട്ട് ഒക്കെ ഏകദേശം ഒക്കെയാണ് ഇവിടെ കോയിനേഷൻ. പിന്നെ ഇതാ കാർഗ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി പോകുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ നാട്ടിൽ പോകാനുള്ളൊരു പ്ലാനാട്ടോ. ഊബറും കാര്യങ്ങളൊക്കെ വിളിച്ചാട്ട് ഇവിടെ നോക്കിട്ടോ. ഇതും ഫേമസ് ആയിട്ടുള്ള ഏതൊരു ഷോപ്പാണ് കേട്ടോ. എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഡൽഹി വന്നാൽ എന്തായാലും ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നില്ലേ, അവിടെ എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ വല്ലാതെ പർച്ചേസ് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് 2 പാൻറ് 1 ഷൂ എടുത്തിട്ടുള്ളൂ. കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല, നമുക്ക് ടൈമില്ല. അതുകൊണ്ട് നമ്മളിനി നേരെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ
ട്രെയിന് കിട്ടുമല്ലേന്ന് അറിയില്ല. ഊബർ വിളിച്ച് നോക്കണം, ഊബറും കിട്ടുമല്ലേന്ന് അറിയില്ല. എന്തായാലും നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ റോട്ടുമ്പിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. നോക്കിയാണേ, ഇതാണ് അവസ്ഥ റോട്ടുമ്പിലുള്ള. നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് ഷോപ്പും കാര്യങ്ങളും ഉണ്ടമാനുണ്ട് കേട്ടോ. പല വിധത്തിലുള്ള ഫുഡ് ഐറ്റംസ്. അതായത് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ രാത്രി ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളുണ്ടാവും, ചെറിയ കുട്ടികൾ, വലുത് മുതൽ ചെറുത് വരെ എല്ലാ കുട്ടികളും ഉണ്ടാവും. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു വൈബാണ് കേട്ടോ ഇവിടെ ഡൽഹി. ഒരു രക്ഷയില്ല, സംഗതി അടിപൊളി കേട്ടോ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്താ വെച്ചാൽ തണുപ്പ് ഇങ്ങനെ കൂടി ഇങ്ങനെ വരികയാണ്. ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യം നല്ല തണുപ്പാവും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടൗണിൻ്റെ അവസ്ഥ. അങ്ങോട്ട് നോക്കിയാണ്, ഭയങ്കര തിരക്കാണ്. അപ്പം എങ്ങനെ നേരെ നമ്മൾ എന്ത് ചെയ്യുക, ഊബർ വിളിച്ചാട്ട് നേരെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പോയേക്കോ. നമുക്ക് ട്രെയിന് കിട്ടുമല്ലേന്ന് അറിയില്ല, എന്തായാലും പോയോ. അങ്ങനെ ഊബർ ബുക്ക് ചെയ്ത് നേരെ കാറിൽ കയറി. റോഡ് ഭയങ്കര തിരക്കാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. 5.7 കിലോമീറ്റർ, ഏകദേശം ഒരു 6 കിലോമീറ്റർ. ഊബർ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഡൽഹി എത്തിയതിന് ശേഷം ഞങ്ങളിപ്പോൾ ഒരു 3-4 ദിവസത്തോളമായി ഡൽഹി എത്തിയിട്ട്. ഞങ്ങൾ ആകെ 1-2 വട്ടമായിട്ട് ഓട്ടോ വിളിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ടൈമൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തിന്, ഊബർ ബുക്ക് ചെയ്ത് ചിലപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഇതുപോലെ കാറ് വിളിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നേരെ ഓട്ടോ വിളിക്കും. അതാണ്. അല്ലാതെ ഞാൻ രണ്ടാമതും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, സാധാ ഓട്ടോ വിളിച്ച് പോകരുത്. നമ്മൾ മാക്സിമം എന്ത് ചെയ്യണോ, ഊബർ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നേരെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ വണ്ടി ബുക്ക് ചെയ്യുക. ഏറ്റവും ബെറ്റർ അതാണ്. ഇപ്പം ഞങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ ഞങ്ങൾക്ക് 199 രൂപ, 200 രൂപ ആയിട്ടുള്ളൂ. നമ്മളിപ്പോൾ സാധാ ഓട്ടോ വിളിച്ച് പോവുകയാണെങ്കിൽ 250, 300 അല്ലെങ്കിൽ ചിലപ്പോൾ 400 വരെ അവർ ചോദിക്കുന്നു. അത് ഇവിടുത്തെ ഒരു അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് ഏകദേശം ടൂറിസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഓട്ടോക്കാർ എന്ത് ചെയ്യും, അവർക്ക് തോന്നിയ വില പറയും. ചില ആൾക്കാർ കയറും, ചില ആൾക്കാർ നമ്മളെ പോലത്തെ വളവന്മാരുണ്ടാവും. പിന്നെ അവർ ഇന്നൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ മലയാളീസാണ്. മലയാളീസിൻ്റെ അഭിമാനം തകർക്കരുത്, അത്രയും നമുക്ക് അറിയാം. പക്ഷെ ഇതാണ് അവസ്ഥ. ഇതേമാതിരി ഇങ്ങനെ നിൽക്കും. ഭയങ്കര ട്രാഫിക്കാണ് ചില സമയത്ത്. ബാക്ക് ഭാഗം മനസ്സിലിട്ട് നമ്മൾ നോക്കിയിട്ടു. ഇതാണ് അവസ്ഥ. ഭയങ്കര ട്രാഫിക്കാണ് ഇവിടെ ടോട്ടലി. എന്തായാലും പോയി നോക്കാം, റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കാം. ട്രെയിൻ കിട്ടുമല്ലെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കട്ടെ. അപ്പോൾ നമ്മളിതാ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഡൽഹിയിലൂടെ നമ്മൾ ഗുഡ് ബൈ എല്ലാം പറയാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇപ്പം ഏകദേശം 7:50 ആയിട്ടുണ്ട്. എങ്ങനെ 8:10, 8:20 ഏകദേശം ആ റേഞ്ചിലാണ്. ടിക്കറ്റ് കേട്ടോ. ഭയങ്കര തിരക്കാട്ടോ, ഭയങ്കര തിരക്കാണ്. ഒന്നാമെന്ന് വെച്ചാൽ സീസണല്ലേ, കാശ്മീരിലേക്കൊക്കെ പോകണമായിട്ട് കുറേ ടീംസ് ഉണ്ടാവും. അത് കണ്ടങ്ങളി സെയിം ആയി അവസ്ഥ. വേണ്ട ഇവിടെ നോക്കിയാണ് നിങ്ങൾ ലിഫ്റ്റിൽ പോകാൻ കുറേ ആൾക്കാർ കോണി ചവിട്ടി കയറാൻ എല്ലാവരും അതിലോട്ട് കയറും. നമ്മളെന്ത് ചെയ്യും, നാട്ടിൽ കയറും. അവിടെ കളി എക്സസൈസാണ് ഏറ്റവും പ്രധാനമായിട്ട്. 2 ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അത് നോക്കാം നമുക്ക് എത്രത്തോളം പോകുന്നുണ്ടെന്നുള്ളത്. പിള്ളേർ കൊള്ളാം, കുഴപ്പമില്ല. ഇതൊക്കെയാണ് നല്ല തിരക്കാട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. ട്രെയിൻ കിട്ടുക ഒരു ഐഡിയ ഇല്ല, എന്നാലും പോയി നോക്കാം. ഇതാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഇടങ്ങൾ അടിക്കാൻ ഞാൻ പറയാം.
ഞങ്ങൾ അടിപൊളി നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് തോന്നുന്നത് സീസൺ ആയതോ തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കുണ്ടോ. എന്തായാലും 8:10 8 രൂപയാണ് ട്രെയിൻ എടുക്കുക. നമ്മൾ മാക്സിമം സ്പീഡിൽ നടക്കുന്നുണ്ട്. ടിക്കറ്റ് കിട്ടുമോ എന്നുള്ളൊരു ഐഡിയ ഇല്ല. അടുത്താണ് ഇനി ലഗേജ് സബ്മിറ്റ് ചെയ്യണം. ഇവിടെ ലഗേജ് വെക്കും വേണമല്ലോ അവസ്ഥ. എടാ ടിക്കറ്റ് കൗണ്ടർ ഇതാണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ അടച്ചോന ടിക്കറ്റ് കൗണ്ടർ ഭയങ്കര തിരക്ക്. കിട്ടോ ഒരു ഐഡിയ ഇല്ല ഗൈസ്. പണിപ്പാളി ഗൈസ്. ട്രെയിൻ കിട്ടിയിട്ടില്ല ഗൈസ്. ഒരു കേരള എക്സ്പ്രസ് ഉണ്ടായിരുന്നു. അത് എന്താ അറിയില്ല, അത് കിട്ടിയിട്ടില്ല. അതിന് ക്യാൻസൽ ആണോ എന്താ ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെന്താ വെച്ചാൽ നാളെ രാവിലെ 5:40, അതായത് വ്യാഴാഴ്ച രാവിലെ 5:40 AM കേട്ടോ. AM ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിന് എന്ത് ചെയ്യാണ് പോകാനുള്ള പ്ലാനുള്ളത്. അതായത് വെള്ളിയാഴ്ച രാത്രി അവിടെ എത്തും. ഏകദേശം 2 ദിവസം അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഡൽഹിയിലത്തെ വീഡിയോസും കാര്യങ്ങളും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാനിങ് എന്താ വെച്ചാൽ നോക്കട്ടെ. എന്തായാലും ന്യൂഡൽഹിയിൽ നിന്നല്ല ട്രെയിൻ ഉള്ളത്, നിസാമുദ്ദീൻ നിന്നാണ് ട്രെയിൻ ഉള്ളത്. മംഗള എക്സ്പ്രസ് ആണുള്ളത്. അപ്പോൾ നോക്കട്ടെ, രാവിലെ എന്തായാലും കയറാം ഇൻഷാ അല്ലാ. അതുവരെ സ്റ്റേ കാര്യങ്ങളോ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഡൽഹിയിലത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി കിടക്കാശി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ട്രെയിനിൽ തന്നെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.